മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇഡി കസ്റ്റഡിയിൽ തുടരും. കസ്റ്റഡി കാലാവധി 4 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകി. ഡൽഹി റോസ് അവന്യൂ കോടതിയുടേതാണ് നടപടി. ഏപ്രിൽ 1 രാവിലെ കെജ്രിവാളിനെ ഹാജരാക്കണമെന്നാണ് ഇഡിയോട് കോടതി നൽകിയ നിർദ്ദേശം. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, ഒരുപക്ഷെ വീണ്ടും ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണും? വിഷ്ണു, ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഇഡി കസ്റ്റഡിയിൽ തന്നെ തുടരണം എന്നതാണ് അല്പസമയം മുമ്പാണ് കോടതിയുടെ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഉണ്ടാകുന്നത്. കാരണം ഇന്നിപ്പോൾ ഇഡിയുടെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഉച്ചയോടുകൂടി അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും ഈ പിന്നിൽ കാണുന്ന റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇഡി ആവശ്യപ്പെട്ടത് 7 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ്. എന്നാൽ 4 ദിവസത്തേക്ക് ഏപ്രിൽ 1 വരെ ഇപ്പോൾ ഇഡി കസ്റ്റഡിയിലേക്ക് വീണ്ടും കോടതി അരവിന്ദ് കെജ്രിവാളിനെ അയക്കുന്നു. സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും വലിയ തിരിച്ചടിയാണ് കോടതിയുടെ തീരുമാനമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ ഡൽഹി ഹൈക്കോടതി മറ്റൊരു പെറ്റീഷൻ കൂടി തള്ളിയിരുന്നു. അതായത് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും അറസ്റ്റിൽ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കെജ്രിവാൾ നൽകിയ ഹർജിയാണ് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി തള്ളിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും 4 ദിവസത്തെ കസ്റ്റഡിയിലേക്ക്, ഒരിക്കൽ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ കോടതി അയക്കുന്നത്. എന്തായാലും ഈ വാദപ്രതിവാദങ്ങൾക്കിടയിൽ ഇഡി കോടതിയെ ധരിപ്പിച്ചത് ഈ അന്വേഷണവുമായി നിസ്സഹകരണമാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കുവാൻ, ഇലക്ട്രോണിക് ഡിവൈസുകൾ പരിശോധിക്കാൻ ഇഡി ഉദ്യോഗസ്ഥരെ കെജ്രിവാൾ അനുവദിക്കുന്നില്ല. ഫോണിന്റെ ലോക്ക് പലതവണ ചോദിച്ചിട്ടും അത് വെളിപ്പെടുത്താൻ കെജ്രിവാൾ തയ്യാറായില്ല എന്ന് ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ രാജു കോടതിയിൽ ധരിപ്പിച്ചു. ഒപ്പം മറ്റൊരു കാര്യം ഇഡി ചൂണ്ടിക്കാണിക്കുന്നത്, ഗോവയിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട നിരവധി പേർക്ക് ഇതിനകം ഇഡി സമൻസ് അയച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗോവയിലെ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. ഇവരെ ചോദ്യം ചെയ്ത ശേഷം പിന്നീട് ഗോവയിൽ നിന്നും ഈ ആളുകളെ ഡൽഹിയിലെത്തിച്ച് അരവിന്ദ് കെജ്രിവാളിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യണം. അതിനാൽ കസ്റ്റഡി കാലാവധി നീട്ടണം എന്ന ആവശ്യവും ഇന്നിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ ശക്തമായി തന്നെ ഇഡിയുടെ വാദങ്ങളെ കോടതിയിൽ എതിർക്കുന്നുണ്ടായിരുന്നു. ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് തനിക്ക് എതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി എന്നാണ് അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ വ്യക്തമാക്കിയത്. തനിക്കെതിരെ ഒരു തരത്തിലുമുള്ള തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പക്കലില്ല. ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കൊടുക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് ഈ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെന്നാണ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. എന്തായാലും കോടതി ഇപ്പോൾ ഇഡി ആവശ്യപ്പെട്ടത് പ്രകാരം കസ്റ്റഡി കാലാവധി നീട്ടി നൽകിയിരിക്കുകയാണ്. തിങ്കളാഴ്ച വരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലേക്ക് വീണ്ടും കെജ്രിവാളിനെ കോടതി അയക്കുന്നത്. കഴിഞ്ഞ 21 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് 22 ഉച്ചയ്ക്കാണ് റോസ് അവന്യൂ കോടതിയിൽ കെജ്രിവാളിനെ കൊണ്ടുവന്നത്. അന്ന് 7 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് അയച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കസ്റ്റഡി കാലാവധി നീട്ടി നൽകിക്കൊണ്ട് കോടതിയുടെ ഭാഗത്ത് നിന്നും ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. വിഷ്ണു, ഗൗതം, അതോടൊപ്പം തന്നെ മറുവശത്ത് ഇത്തരത്തിൽ മറ്റ് AAP നേതാക്കളിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഉള്ളത്? വിഷ്ണു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിലെ വിവിധ ആം ആദ്മി നേതാക്കൾ, പ്രത്യേകിച്ച് MLA-മാരുടെ ഉൾപ്പെടെ വസതിയിൽ ഇഡിയുടെ ഭാഗത്ത് നിന്നും റെയ്ഡ് ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെയാണ് ഗോവയിലെ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. സ്വാഭാവികമായും കൂടുതൽ നേതാക്കൾ കുരുക്കിലേക്ക് വീഴും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇത് കേവലം ഡൽഹിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസല്ല. കാരണം കവിതയുടെ അറസ്റ്റ് ഇതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഡൽഹി മദ്യനയ അഴിമതി നടക്കുന്ന ഘട്ടത്തിൽ തെലങ്കാന പോലെ ഒരു സംസ്ഥാനത്ത് അധികാരത്തിലിരുന്ന തെലങ്കാന രാഷ്ട്ര സമിതിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. ഒപ്പം മുഖ്യമന്ത്രിയുടെ മകളാണ്. കവിത നിലവിൽ ഇഡിയുടെ കസ്റ്റഡിയിലാണ് ഇതേ കേസിൽ. അതോടൊപ്പം തന്നെ ഗോവയിൽ നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇഡി പ്രധാനമായും കണ്ടെത്തിയിരുന്ന ഒരു കാര്യം, ഈ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട് അനധികൃതമായി ലഭിച്ചിട്ടുള്ള പണം അത് ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചത് എന്നുള്ളതാണ്. 2022 ഗോവയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ ആം ആദ്മി പാർട്ടി ഈ തുക ഉപയോഗിച്ചു എന്നത് ഇഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്നാണ്. ഇതിന് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. അതിനാലാണ്
ആം ആദ്മി പാർട്ടിയുടെ ഗോവ സംസ്ഥാന ഘടകം അധ്യക്ഷനെ ഉൾപ്പെടെ ചോദ്യം ചെയ്തതും മാത്രമല്ല ഗോവയിലെ ഈ AAP നേതാക്കളെ ഡൽഹിയിൽ എത്തിച്ച് കെജ്രിവാളിന് ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യണം എന്ന ഒരു ആവശ്യവും ഇന്നിപ്പോൾ കോടതിക്ക് മുമ്പാകെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഡൽഹിക്കകത്തും പുറത്തുമുള്ള നിരവധി ആം ആദ്മി നേതാക്കളിലേക്കും ഒപ്പം മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളിലേക്കുമൊക്കെ ഈ അന്വേഷണം നീളുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അറസ്റ്റിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ആം ആദ്മി അധികാരത്തിലിരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള പഞ്ചാബ്, അവിടുത്തെ മദ്യനയത്തിലും വലിയ ക്രമക്കേടുണ്ടായെന്നും ഡൽഹി മദ്യനയത്തിന് സമാനമായ രീതിയിലുള്ള ക്രമക്കേടാണ് ആം ആദ്മി സർക്കാർ അധികാരത്തിലിരിക്കുന്ന പഞ്ചാബിലും സംഭവിച്ചത് എന്നതും ഇപ്പോൾ ആരോപണമായി ഉയരുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പഞ്ചാബിലെ ആം ആദ്മി നേതാക്കളെ കൂടി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തതും അവിടുത്തെ AAP നേതൃത്വത്തെ കൂടി കൊടുക്കുന്നതുമായ ഒരു കേസായി ഈ മദ്യനയ അഴിമതി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിഷ്ണു. യെസ്, വ്യക്തമാണ്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ED കസ്റ്റഡിയിൽ തുടരും. കസ്റ്റഡി കാലാവധി 4 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകി ഡൽഹി റോസ് അവന്യൂ കോടതി. ഏപ്രിൽ 1 രാവിലെ കെജ്രിവാളിനെ ഹാജരാക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.